ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഇന്നത്തെ തമാശ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ തമാശ പറഞ്ഞിരിക്കുന്ന ആരാന്നറിയാമോ? നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. എന്താണ് തമാശ എന്നറിയാമോ? തമാശ, അതായത് ഞാൻ തമാശ പെട്ടെന്ന് കണ്ടത് എൻ്റെ സുഹൃത്തും മാതൃഭൂമിയിലെ ചീഫ് റിപ്പോർട്ടറുമായ MK സുരേഷ് ചെറിയൊരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ. അതിൽ സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നത് ഉന്നതരുടെ വാർത്തയൊന്നും അങ്ങനെ വായിച്ചിട്ടില്ല, കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അപ്പം തന്നെ പൊട്ടിച്ചിരിച്ചു പോയി. ചിരി എന്ന് പറഞ്ഞാൽ ചിരിക്കാൻ വേണ്ടി ചിരിച്ചല്ല, ഈ ഇത്രയും ഭൂകമ്പം ഉണ്ടാക്കിയ റിപ്പോർട്ട്, അതായത് AK ബാലൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും സഖാവ് പിണറായി മുഖ്യമന്ത്രിയും ആയിരുന്നപ്പോഴാണ് ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത്. സമർപ്പിച്ചിട്ട് മന്ത്രിസഭ മാറി പുതിയ മന്ത്രിസഭ വന്നപ്പോൾ ബാലൻ മന്ത്രിയല്ല, സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി. ഇത്രയും ഭൂകമ്പം പിടിച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹം തമാശ നമ്മൾ ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണോ എന്നറിയില്ല, ഉന്നതരുടെ അതൊന്നും വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ ഉന്നതർ എന്നുള്ള വാക്ക് പറയുമ്പോൾ നമ്മൾ വായിക്കുക, കാണുക, അല്ലെങ്കിൽ മറ്റുള്ള പറയുക, ഇത് 3 രീതിയിലാണ് നമ്മൾ ആരൊക്കെയാണ് എന്തെങ്കിലും അറിയാൻ പറ്റുക. അപ്പോൾ ഉന്നതരാരൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ പേരറിയണ്ടേ? അവരെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ, ഇന്നെ ABC എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണമല്ലോ. അതല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആൾക്കാർ, അതായത് സാംസ്കാരിക വകുപ്പിൻ്റെ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയോ അതുമാതിരി ബന്ധപ്പെട്ട ആൾക്കാരോ ABC ഇങ്ങനെ പറയണ്ടേ? അപ്പോഴും അറിയണമല്ലോ. ഇതൊന്നും അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ജനമെന്താ മണ്ടന്മാരാണെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചില തമാശകളും മണ്ടത്തരങ്ങളൊക്കെ സജി ചെറിയ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതായത് EK നായനാർക്ക് കളിക്കുക എന്നുള്ള പറഞ്ഞ പോലെ നായന സഖാവ് പറയുമ്പോൾ അതിൻ്റെ ഗൗരവത്തിലെടുക്കും, തമാശക്കെടുക്കും, വേറെ പ്രശ്നങ്ങളുണ്ടാവാറില്ല. അദ്ദേഹത്തിന് തുല്യം അദ്ദേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അദ്ദേഹത്തിന് ശൈലി എടുത്തിട്ട് ഇങ്ങനെയൊക്കെ തമാശകൾ പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? സഖാവേ, എന്താ കാരണം എന്നറിയുക? ഇത് ആരും പറ്റിക്കരുത്. ആദ്യം നിങ്ങളോട് തന്നെ നിങ്ങളൊരു നീതി പുലർത്തണ്ടേ? നിങ്ങൾ സാംസ്കാരിക വകുപ്പ് മന്ത്രിയൊക്കെയാണ്. സാംസ്കാരിക വകുപ്പ് ചെറിയ വകുപ്പൊന്നുമല്ല എന്ന് ആലോചിക്കണം. അതിൻ്റെ രീതിയിൽ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വേറെ കാര്യം, വലിയ വകുപ്പാണെന്ന് ആലോചിക്കണം. അങ്ങനെ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രിയുടെ ആ കാലഘട്ടത്തിൽ ഈ 6 വർഷം മുൻപ് എടുത്ത റിപ്പോർട്ട്, 1.5 വർഷം കൊണ്ട് ശേഖരിച്ച റിപ്പോർട്ട്, 4.5 വർഷം ഫ്രീസറിൽ വെച്ച റിപ്പോർട്ട് ഇപ്പോൾ നിവൃത്തിയില്ലാതെ ഈ പുറത്തു വിടേണ്ട അവസ്ഥ വന്നു. കോടതിയും എല്ലാം പറഞ്ഞിട്ടാണത്. അല്ലാണ്ട് വെറുതെ സോമനസാലെ ഒരു ദിവസം എന്നാൽ നമുക്കിത് റിപ്പോർട്ട് പുറത്തു വിടാം എന്ന് പറഞ്ഞ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയോ ഈ ഗവൺമെൻറ്റോ എടുത്ത് ചെയ്തൊരു കാര്യമൊന്നുമല്ല എന്ന് ആലോചിക്കണം. ഇതിൽ കുറേ പേരുടെ സംഭാവനകളുണ്ടെന്ന് ആലോചിക്കണം. കാരണം നീതി പുലർന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവരുടെ സംഭാവന ഉണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പിന്നെ ബഹുമാനപ്പെട്ട കോടതിയാണ് നമ്മളെ സംബന്ധിച്ച് എപ്പോഴും ബഹുമാനപ്പെട്ട കോടതികളാണ് ഒരു അവസാനം രക്ഷയ്ക്കെത്തുന്ന ആലോചിക്കണം. അങ്ങനെ കോടതി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇത് അവിടെ ഏതെങ്കിലും സൂക്ഷിച്ചു വെക്കില്ലുള്ളൂ. അത് സത്യമാണല്ലോ. അപ്പോൾ ഇത് ആദ്യമേ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എന്താ കള്ളം പറയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത്രയും വലിയൊരു റിപ്പോർട്ട് കാണുകയോ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറയും തന്നെ ആദ്യത്തെ തെറ്റ്, ആദ്യത്തെ കള്ളം. അങ്ങനെ കള്ളം പറഞ്ഞാൽ എന്താണ്? ഇതിപ്പോൾ കള്ളമേത് സത്യമേത് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് ആലോചിക്കണം. ഇപ്പോൾ അങ്ങനെ കള്ളം പറഞ്ഞ മന്ത്രി പിന്നെന്ത് ചെയ്യണം? പഴയ കാലമാണെങ്കിൽ മന്ത്രി ഇപ്പോൾ പുറത്ത് പോകേണ്ടി വന്നു തന്നെ. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്താലും ഈ പുറത്തൊന്നും പോകേണ്ടി വരില്ല. ഇപ്പോൾ ഗ്രൂപ്പുകൾ വരും, ഉറപ്പിച്ച് വരും എന്നുള്ളതാണ് ശരിക്കും. അത് പാടില്ല. കാരണം കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ഇന്നൊന്നിലൊന്നല്ല, വർഷങ്ങളായിട്ട് ഈ സംഭവം ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഏറ്റവും പതറ്റിക്കായ രംഗങ്ങൾ എന്താ? ആ റിപ്പോർട്ടിൽ പറഞ്ഞ പലപ്പോഴും വേദനിക്കുന്ന നമുക്കൊക്കെ അമ്മയും പെങ്ങന്മാരും വൈഫും എല്ലാവരും ഉള്ള ആൾക്കാരും അല്ലേ? സ്ത്രീകൾക്ക് മാസമാണ് മാസമുറ വരുന്നത്, ആണുങ്ങൾക്കല്ല എന്നാലോചിക്കണം. അതിൻ്റെ വേദനകൾ അസ്വസ്ഥതകളൊക്കെ അനുഭവിക്കുന്നവരാണ് സ്ത്രീകളെന്ന് ആലോചിക്കണം. അപ്പോൾ സിനിമാ നടിയായാലും ഇതൊക്കെ ഉണ്ട്. ആ സിനിമാ ഷൂട്ടിങ്ങിനിടയിൽ ഇങ്ങനെ സംഭവിച്ചു പോകുമ്പോൾ വേദന മാത്രമല്ല, ബ്ലഡ് മാത്രമല്ല, അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റണം, അതിൻ്റെ അസ്വസ്ഥതയൊക്കെ ഉണ്ട്. അതിന് പോലും സൗകര്യം കൊടുക്കുന്നില്ല. അങ്ങനെ സൗകര്യം വേണമെന്ന് പറയുമ്പോൾ ഒളിനോട്ടക്കാർ വരും എന്ന് ആലോചിക്കണം.
എന്ത് കഷ്ടമാണ് ഇത്തരം കാര്യങ്ങൾ വന്നിട്ട് പോലും അത് വായിച്ച് അതിന് നടപടി എടുക്കാതെ. ഞാനിപ്പോൾ പറഞ്ഞത് പിന്നാലെ പിടിച്ച് ശിക്ഷിക്കുന്ന അർത്ഥത്തിലല്ല. ആ റിപ്പോർട്ട് കിട്ടിയിട്ടെങ്കിലും സിനിമാ രംഗത്ത് ഒരു 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 സാമാന്യ മര്യാദ നടപ്പിലാക്കാൻ വേണ്ടി അതിന് ബന്ധപ്പെട്ടവരുടെ ചെവിക്ക് പിടിച്ച് പറയണമെന്നല്ല പറയുന്നത്. ചെവിക്ക് പിടിക്കാൻ പറ്റില്ല. കാരണം കൂടെ കുറേ പേര് നിൽക്കുന്നുണ്ട്. അതായത് സാംസ്കാരിക വകുപ്പ് ഏത് പക്ഷം ഭരിക്കുമ്പോഴും അവരോടൊപ്പം നിൽക്കാൻ കുറേ ഞാഞ്ഞൂളുണ്ടായി വരും. അവരാണ് നമ്മൾ നിങ്ങളുടെ കൂടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വരിക. അപ്പം അങ്ങനെയുള്ളവരെ ബഹുമാനപ്പെട്ട അങ്ങനെയുള്ള ചില ആൾക്കാരെ മാറ്റി നിർത്താൻ പറ്റില്ല. പല കാരണങ്ങളും. ആ കാരണങ്ങളും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ് മന്ത്രിക്കും അറിയാവുന്ന ആലോചിക്കണം. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് അറിയുന്നില്ല. സിനിമയായി ബന്ധപ്പെട്ടവർക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാം. അത് സത്യസന്ധമാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കുറേ കാര്യങ്ങൾ എഴുതി വയ്ക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടോ? ഒന്ന് കഴിഞ്ഞിട്ട് വേണ്ടേ രണ്ട് എന്ന് പറയാൻ. അതിൽ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് പോലും നടപ്പിലാക്കിയിട്ടില്ല. അങ്ങനെ ഒന്ന് നടപ്പിലാക്കിയെന്ന് നിങ്ങൾ പറയുമ്പോൾ ഏത് എന്ന് ഞങ്ങൾ ചോദിക്കും. ഏത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാനില്ല. അപ്പം നമ്മൾ എവിടെ നിന്ന് തുടങ്ങണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കേണ്ടെന്ന് കാര്യമുണ്ട്. ഏത് ജോലിക്കായാലും അത് സിനിമയായിക്കോട്ടെ, സീരിയലായിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ, തൊഴിലിടമായിക്കോട്ടെ, തൊഴിലിടങ്ങളിൽ തെമ്മാടിത്തരം പറ്റുമോ? സ്വമനസ്സുകൊണ്ട് ആണും പെണ്ണും ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പ്രായപൂർത്തിയായി ചെയ്തുകൊട്ടെ. അതിന് നിയമവും വന്നു കഴിഞ്ഞാലായിരിക്കും. ഇതൊന്നൊരു പ്രശ്നമല്ല. ലിവിങ് ആയിട്ട് സ്റ്റൈൽ ജീവിക്കുന്ന ആൾക്കാരില്ല ഇവിടെ. അതിനും നിയമമൊന്നും അങ്ങനെ വെറുതെ ഒരുമിച്ച് ജീവിച്ച് നാളെ നീ പോ എന്ന് പറഞ്ഞ് അങ്ങനെ അപ്പോഴും വെറുതെ അതിൽ കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് ഭർത്താവിൻ്റെ എല്ലാ സ്വത്തിലും അധികാരമാണ് എന്നും കോടതി പറഞ്ഞു കഴിഞ്ഞു. അപ്പം അങ്ങനെയും സ്ത്രീകളെ കബളിപ്പിക്കാൻ പാടില്ല എന്നുള്ള നിയമവും വന്നു കഴിഞ്ഞാലായിരിക്കണം. ആ ഇടത്തിലാണ് പലരും മേയുന്നതെന്ന് ആലോചിക്കണം. അതായത് ഒരു പെൺകുട്ടിയോ പ്രായപൂർത്തിയായതോ മറ്റുള്ളവരോ ചെയ്തു വിടുന്ന അങ്ങനെ ഒരു കൂട്ട ബലാത്സംഗത്തിൻ്റെ ശൈലിയിലാണ് നടക്കുന്ന കേട്ടിരിക്കുന്നത്. ശൈലി എന്ന് പറഞ്ഞാൽ വസ്ത്രം മാറാനോ കഴുകാനോ സമയമില്ല എന്നൊരു പ്രചരണം പോലും ഉണ്ടെന്ന് ആലോചിക്കണേ. എന്നിട്ടും അവസരം കൊടുക്കാതെ എന്ന് പറഞ്ഞാൽ അതിൽ വന്നിട്ടുണ്ട്. ഇതിൽ ഈ റിപ്പോർട്ട് ഇല്ലാത്തൊരു കാര്യമാണെന്ന് ഞാൻ പറയും. ഇല്ല എന്നാണോ ഉള്ളതറിയില്ല. കാരണം ഇവിടെ അറിയപ്പെടുന്നൊരു ഫാമിലിയിലത്തെ ഒരു പെൺകുട്ടി, അവർക്ക് എയർ ഹോസ്റ്റസ് ആവണമെന്നാണ് ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഒരു സിനിമയിലെങ്കിലും അഭിനയിക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ഈ പെൺകുട്ടി മലയാള സിനിമയിലെ നല്ല സിനിമകൾ എടുത്ത ഒരു സംവിധായകൻ്റെ സുഹൃത്തിൻ്റെ പെങ്ങളാണെന്ന് ആലോചിക്കണം. അങ്ങനെ മദ്രാസിൽ ഇവർ ഇപ്പോൾ എന്നെ ആൾക്കാർ വിളിച്ചപ്പോൾ പ്രമുഖനായ ഒരു സംവിധായകൻ, പ്രമുഖനായൊരു സൂപ്പർ നടൻ ഇവരൊക്കെയുള്ളത്. അങ്ങനെ ഈ നടിയാവാൻ വന്ന യുവതി കാണാനും കൊള്ളാം, നല്ല ഹൈറ്റുണ്ട്. അതായത് ഏകദേശം നമ്മുടെ പഞ്ചാക്തിയുടെ ഗീതയെപ്പോലെയൊക്കെ തോന്നുന്ന ശൈലിയിലൊരു ഒരു പെൺകുട്ടി യുവതിയാണെന്ന് ആലോചിക്കണം. അവർ വന്നു ഓഫർ കൊടുത്ത് ഈ സിനിമയിലെ നായിക നീ തന്നെ എന്ന് പറഞ്ഞ് പിന്നെ നടന്നു ചില കാര്യങ്ങൾ. എന്നാൽ നടന്നിട്ട് ആ റോള് കൊടുത്തില്ല എന്നാലോചിക്കണം. അത് ചതിയല്ലേ ഇത്? അവർ പിന്നെ ഇത് വേണ്ട എന്ന് വെച്ച് അമേരിക്കയിൽ പോയി. ഇങ്ങനെ കുറേ പേരുണ്ടെന്ന് ആലോചിക്കണം. കുറേ പേരുണ്ട്. കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് ആലോചിക്കണം. അങ്ങനെ ഏതെല്ലാം രീതിയിൽ. അപ്പം അങ്ങനെയുള്ള അനുഭവം കുറേ വരുമ്പോൾ ഇത്രയും പരാമർശങ്ങൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തങ്ങളെ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ തങ്ങൾ ഗുണകരമാവാനുള്ള രീതിയിൽ ആൾക്കാരുടെ പേര് വരുമ്പോൾ അത് വായിച്ചുകൊണ്ട് അത് വായിച്ചിട്ടില്ല കണ്ടിട്ടില്ല എന്ന് കള്ളം പറയുന്ന ഒരു മന്ത്രിയെ നമുക്ക് വേണോ? പാടില്ല, വേണ്ട എന്ന പക്ഷക്കാരാണ് ഞാൻ. കാരണം അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ എവിടെ നിൽക്കുന്നു? നിങ്ങൾ സാധാരണക്കാർ, നിങ്ങൾ ജനങ്ങളോടൊപ്പം. ഇതൊരു ഇടതുപക്ഷ ഗവൺമെൻറ്റാണെന്ന് ആലോചിക്കണം. ആ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിന് വിപരീതമായിക്കൊണ്ട് സ്ത്രീവിരുദ്ധമായി സംസാരിക്കുന്ന ഒരു മന്ത്രിയെ നമുക്ക് വേണ്ട. കേട്ടിട്ടില്ല കണ്ടിട്ടില്ല പറഞ്ഞിട്ട് എന്ന് കള്ളം പറയുന്നൊരു മന്ത്രിയല്ല നമുക്ക് ആവശ്യം എന്നാലോചിക്കണം. അതുകൊണ്ട് ഈ കേസിൽ ഇത്തരം കേസുകളിൽ മന്ത്രിയും കൂടി ഉൾപ്പെടുത്തിയാൽ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഇത് പറഞ്ഞതിൻ്റെ പേരിലും എൻ്റെ നേർക്ക് കുറേ സംഭവങ്ങൾ അസ്ത്രങ്ങൾ ആഞ്ഞു വരും. അതൊക്കെ തടയാനും സ്വീകരിക്കാനും ഞാൻ ഒരുക്കം തന്നെയാണ്.